ഇരുന്നോ. എടി നീ കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഞാൻ ഇരിക്കണ കണ്ടോ? എടി എനിക്ക് മനസ്സിലായി, പക്ഷെ ഞാൻ ഇങ്ങനെ നേരെ കോഞ്ഞാടി ഇരിക്കല്ലേ. എങ്ങനെയുണ്ട് കാണാൻ? എനിക്കൊരു കംഫർട്ടബിൾ ഉണ്ടാവില്ല. എങ്ങനെയുണ്ട് കാണാൻ? ഓക്കെ അല്ലേ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ്. ഞാൻ ചിരിക്കും നോക്കണെന്തിനാ? ഞാൻ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അധികം ഗിഫ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവളെയും പിടിച്ചിരുത്താം. അതാവുമ്പോ ഇവൾ എങ്ങനെയാണ് എന്റെ ബർത്ത്ഡേ പ്ലാൻ ചെയ്ത്, എങ്ങനെയാണ് ഗിഫ്റ്റ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് മേടിച്ച്, എല്ലാവരെയും വിളിച്ച് എന്നൊക്കെയുള്ളൊരു ചെറിയൊരു ഇതുപോലെ ഇവള് പറയും. അപ്പൊ അതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ, ഞങ്ങൾ നാട്ടിൽ വെച്ച് ഇങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കില്ലായിരുന്നു. അതായത് ജസ്റ്റ് ഞാൻ കേക്ക് പോലും അങ്ങനെ എല്ലാ ബർത്ത്ഡേക്കും ഒന്നും മുറിച്ചു എന്ന് വരില്ല. ജസ്റ്റ് പായസം വെക്കും, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങും. അതായിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ആദ്യം പണ്ട് ഫസ്റ്റ് ഇയറിൽ വന്നപ്പോൾ പിന്നെ കേക്കായി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഗ്രാൻഡ് ആയിട്ട് എല്ലാവരെയും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാനും ഫുഡൊക്കെ കൊടുക്കാനും തുടങ്ങി. അപ്പൊ എന്തായാലും ഈ 23ാമത്തെ ബർത്ത്ഡേ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഇവള് പറയൂ. ഞാൻ ഓക്കെ, എന്താ പറയാ, ഇതിന് മുന്നുള്ള ബർത്ത്ഡേക്കൊക്കെ അഖിലയുടെ, അതായത് ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഒരു കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു 20-25 പേരെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് അങ്ങനത്തെ ഗ്യാങ്ങിനെ വിളിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ജോലിക്ക് കയറിയതുകൊണ്ട് ഞങ്ങളുടെ ഷിഫ്റ്റ് പാറ്റേൺസ് ഡിഫറെന്റ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും സെയിം വാർഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടും ഞങ്ങൾക്ക് അതായത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരുമിച്ച് ഒരു ഡേറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്റെ ബർത്ത്ഡേയുടെ അന്ന് ഇവൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ മിക്കവരെയും വിളിച്ചവർക്ക് ഡ്യൂട്ടി ഉണ്ട്, വരാൻ പറ്റില്ല, അങ്ങനെ സോറി പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് മീൻസ് പോളിഷ് ഫ്രണ്ട്സ് അവരൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിച്ചപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഡ്യൂട്ടി പ്രോബ്ലംസ് വന്നു. പക്ഷെ പറ്റാവുന്ന അത്രയും പേരെ ഞങ്ങൾ വിളിച്ചു കൂട്ടി. ബർത്ത്ഡേക്ക് ഇപ്പൊ എന്താ പറയാ, അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കൊച്ചു നാട്ടിൽ പോവാൻ നിൽക്കായിരുന്നു. അപ്പൊ അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണമായിരുന്നു സെലിബ്രേറ്റ് ചെയ്യാൻ. ആ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബിസി ആയിരുന്നു. കാരണം എനിക്ക് 30ാം തീയതി ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എനിക്ക് ആകെ അവധി ഉണ്ടായിരുന്നു 31ാം തീയതി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും 1ാം തീയതി അവധിയായിരുന്നു. പക്ഷെ എന്നാൽ ഇവർക്ക് 2ാം തീയതി ഡ്യൂട്ടി ഉണ്ടായിരുന്നു, എനിക്ക് 31ാം തീയതി. ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് 1ാം തീയതി. കാരണം 31ാം തീയതി എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എന്തായാലും അത്രയ്ക്ക് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റില്ല, ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, ഒന്നിനും സമയം കിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച 1ാം തീയതി സെലിബ്രേറ്റ് ചെയ്യാന്ന്. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ബർമിംഗ്ഹാമിൽ നിന്ന് വന്നു, അപ്പൊ അവളും ഹെൽപ്പ് ചെയ്തു. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു വൃത്തികെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ പെണ്ണിന് എന്താ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണ്ടേന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു വെളിവും ഈ ബർത്ത്ഡേ ഞാൻ അധികം ഒന്നും ഇത് കാരണം ഇവളെ എക്സ്പെക്ട് ചെയ്യാതിരുന്ന ഒരു ബർത്ത്ഡേ ആണ് ഇത്. കാരണം ഇവളോട് ഞാൻ ഡ്രസ്സ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2 ആഴ്ച മുമ്പ് ഇവളോട് ഞാൻ ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞു. സാധാരണ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോ ഞാനായാലും ഇവളായാലും ഓൺലൈനിൽ നിന്ന് മേടിക്കാറാണ് പതിവ്. അതാവുമ്പോ നമുക്ക് കാശ് കുറവിന് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഞാൻ ഷീൻ അല്ലെങ്കിൽ ടെമു അങ്ങനെ പറയുന്ന ഇവിടുത്തെ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ കുറെ നാള് മുന്നേ മേടിച്ചു വെക്കും. അതായത് കുറെ നാള് മുന്നേ മേടിച്ചില്ല, സെർച്ച് ചെയ്യൽ കുറെ നാള് മുന്നേ ചെയ്തു. ഇതിപ്പോ ഡ്യൂട്ടിക്ക് കയറിയതുകൊണ്ടും പിന്നെ എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ബർത്ത്ഡേന്റെ ഷോപ്പിങ്ങിന് പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവളൊന്നും അങ്ങനെ സാധാരണ ഇവളിങ്ങനെ ഇടുക്ക് ആ കളർ എടുക്കുക ഈ കളർ എടുക്കുക അങ്ങനെയൊക്കെ ഇങ്ങനെ പറയും. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒന്നും അതിനെപ്പറ്റി ഞാൻ അധികം വറി ആയിട്ടുണ്ടായിരുന്നില്ല. അത് കാരണമുണ്ട്. കാരണം ഞങ്ങള് ഇവളുടെ ബർത്ത്ഡേ പലതരത്തിലും പ്ലാൻ ചെയ്തായിരുന്നു. ഒന്ന് ട്രാവൽ ചെയ്ത് പോയിട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ഏരിയയിൽ പോയിട്ട് അവിടെ പ്ലാൻ ചെയ്തു. പിന്നെ ഒരു ട്രിപ്പ് പോയിട്ട് അവരുടെ ഒപ്പം കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തു. പിന്നെ ഒരു റെസ്റ്റോറന്റ് ബുക്ക് ചെയ്ത് അങ്ങനെ പ്ലാൻ ചെയ്തു. പക്ഷെ ഇതെല്ലാം ലാസ്റ്റ് ഫ്ലോപ്പായി. അതായത് എനിക്കൊരു ഡിഫറെന്റ് രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം. എല്ലാ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്ന കാരണം ഒരു ഡിഫറെന്റ് രീതിയിലാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഫ്ലോപ്പ് ആവാൻ കാരണം അവളുടെ ഡ്യൂട്ടിയാണ്. ഒരു ദിവസം പോലും അവൾക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഞാൻ നോക്കിയായിരുന്നു 30ാം തീയതി സ്വാപ്പ് ചെയ്യാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കിയായിരുന്നു. ഞങ്ങള് വേറൊരു സ്ഥലത്ത് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ എനിക്കത് വേറെ ആരുമായിട്ട് സ്വാപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് പോയില്ല. പിന്നെ നമ്മള് സിക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം മാത്രം സിക്ക് വിളിച്ചിട്ട് കാര്യമില്ല. ഒരു 7 ദിവസമാണ് ഒരു സിക്ക് വിളിക്കണേന്റെ ഇത്, പെയ്ഡ് ലീവ്. ഒരു ദിവസം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നഷ്ടം. പിന്നെ അതുകൊണ്ട് ഞാൻ സിക്കൊന്നും വിളിക്കാൻ നിന്നില്ല. ഞാൻ ജസ്റ്റ് അത് പോയി.
പിന്നെ കുഴപ്പമില്ല, എന്തായാലും ബർത്ത്ഡേ എന്തായാലും ആഘോഷിച്ചല്ലോ. ബർത്ത്ഡേ ഓക്കെ ആയിരുന്നു, കാരണം വിളിക്കാൻ പറ്റുന്നവരൊക്കെ വിളിച്ചു, വരാൻ പറ്റുന്നവരൊക്കെ വന്നു. പക്ഷെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു 8 മണിക്കായിരുന്നു. പക്ഷെ സെലിബ്രേഷൻ വന്നു അന്ന് വൈകുന്നേരം ആയിരുന്നു ജസ്ന നാട്ടിൽ പോയത്. സോ അതും എല്ലാം കൂടെ ഭയങ്കര ബിസി ആയിരുന്നു ആ കുറച്ച് ദിവസം. എന്തായാലും പിന്നെന്താ, അതിലും വലിയത് ഇവൾക്ക് ഞാൻ ഗിഫ്റ്റ് മേടിക്കാൻ പോയത് തലേ ദിവസമാണ്. കാരണം സാധാരണ ഇപ്പൊ എന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ ഇവളുടെ പിറകെ നടന്ന് പറയും എനിക്ക് എന്താ വേണ്ടത്, എനിക്ക് എന്താ വാങ്ങാൻ ആഗ്രഹമുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ ക്രേസ് ആയിട്ടുള്ളത് ഷൂസിനാണ്. അപ്പൊ ഞാൻ ഷൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഞാൻ എപ്പോ നോക്കിയാലും മെയിൻലി ഞാൻ ഷൂസിനായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പിറകെ നടന്ന് പറയും എനിക്ക് ഇത് വേണം, എനിക്ക് അത് വേണം, എന്റെ ഈ ബർത്ത്ഡേക്ക് ഇതാണ് വേണ്ട. പിന്നെ പെർഫ്യൂംസിന് ഞാൻ ക്രേസാ. പക്ഷെ ഈ ബർത്ത്ഡേക്ക് ഇവിടെ എന്താ വേണ്ടത് ഞാൻ 10-20 പ്രാവശ്യം പിറകെ നടന്നു ചോദിച്ചു. അഖില നിനക്ക് എന്താ വേണ്ടത്, ബർത്ത്ഡേക്ക് എന്താ ആഗ്രഹമുള്ള ഒരു ക്ലൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അല്ലെങ്കിലും അങ്ങനെ പറയാറൊന്നും കഴിഞ്ഞ ബർത്ത്ഡേക്കും പറഞ്ഞു. അങ്ങനെയല്ല, കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഇവളുടെ ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും കിട്ടിയായിരുന്നു. ഇവൾക്ക് എന്താ വേണ്ടത്, എന്താ വാങ്ങാൻ ആഗ്രഹമുള്ളത്, അങ്ങനെ ഒരു പരസ്പരം കാണാനായിട്ട് പറ്റണ്ടേ. വല്ലപ്പോഴും ഒരു 1-2 ദിവസമൊക്കെ വീട്ടിലിരിക്കും. ആ ദിവസം ബർത്ത്ഡേന്റെ കാര്യം ഡിസ്കസ് ചെയ്യാറില്ല. എന്നിട്ട് ഇവള് ലാസ്റ്റ് ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അനുപ്രിയനെ അവിടുന്ന് അവളെന്തായാലും വൈകുന്നേരം വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അവളോട് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഡ്രസ് മേടിച്ചിട്ട് അതും ഞാൻ വീട്ടിൽ ബർത്ത്ഡേ ആയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിക്കണ്ടല്ലോ, ഞാൻ ഡ്യൂട്ടിക്ക് പോയേക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അനുപ്രിയനെ വിളിച്ചു പറഞ്ഞു, എടാ നിനക്ക് വരാൻ പറ്റെങ്കിൽ നേരത്തെ വാ, അവള് ഡ്രസ്സ് കൊടുത്തിട്ടില്ല, അവൾ എന്തായാലും പുറത്ത് പോകണം, വരാൻ പറ്റെങ്കിൽ വരാൻ പറഞ്ഞ അവളെ ഞാൻ വിളിച്ചു വരുത്തിയതാ. അത് പിന്നെ അവൾക്ക് മനസ്സിലായില്ലെന്നുള്ളൂ, അതും വിളിച്ചു വരുത്തിയതാണ്. പിന്നെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെക്കറേഷൻ ചെയ്യാൻ ഏറ്റവും നല്ല ബുദ്ധിമുട്ട്. കാരണം ഇത് ഞങ്ങൾക്ക് ഇവിടെ ഡെക്കറേഷൻ ചെയ്യാൻ പഴയ വീട്ടിലൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഡെക്കറേഷൻ ചെയ്യാൻ ഈസി ആയിരുന്നു. അതായത് ആ ലോഞ്ച് കിച്ചണും സെപ്പറേറ്റ് ആയിരുന്നു. ഇവിടെ ലോഞ്ചും കിച്ചണും ജോയിൻ ആയതുകൊണ്ട് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഇതിനെ കിച്ചണിൽ നിന്ന് മാറ്റിയിട്ട് വേണം ഡെക്കറേഷൻ ചെയ്യാനായിട്ട്. കാരണം ഇവൾക്ക് അറിയരുതല്ലോ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം കേക്ക് മുറിക്കും, അതെന്തായാലും എനിക്കറിയാം. പക്ഷെ അത് അവൾ അറിഞ്ഞത് എന്നാ സത്യം പറഞ്ഞ ബർത്ത്ഡേയുടെ തലേ ദിവസം മുന്നേ കണ്ട് അറിഞ്ഞത് അല്ല. പക്ഷെ എങ്ങനെ വന്നാലും കേക്ക് മുറിക്കും എന്നുള്ളത് എനിക്കറിയാം. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ആരും ഇല്ലെങ്കിൽ എന്തായാലും ഒരു കേക്ക് എന്തായാലും ഇവിടെ മേടിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എങ്ങനെയാണ്, എവിടെയാണ്, ഇവിടെ ആയിരിക്കും അതോ വേറെ എവിടെയായിരിക്കോ, അതിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു 30-ാം തീയതി ഞങ്ങൾ ഒരു സ്ഥലം പോകാൻ പ്ലാൻ ചെയ്തു. അപ്പൊ ഇവരിങ്ങനെ നിർബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതെന്തായാലും നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ അത് കാരണം എനിക്ക് അവധി കിട്ടിയില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറെ ശ്രമിച്ചതാ. സിക്ക് എടുക്കാൻ പറഞ്ഞിട്ട് സിക്ക് എടുത്തില്ല. പിന്നെ നമുക്ക് ഒരു ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു ദിവസം സിക്ക് എടുക്കാൻ പറ്റില്ല. ഒരു 7 ദിവസമാണ് ഇവിടത്തെ ഒരു ഇത്. എപ്പിസോഡ് പോവാം, നമുക്ക് നഷ്ടമാണ് അങ്ങനെ എടുക്കുന്നത്. അങ്ങനെ ഇനി ബർത്ത്ഡേ ആഘോഷിച്ചു. പക്ഷെ പെട്ടെന്ന് ഫുഡ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് കയറി കിടക്കുകയും ചെയ്ത. കാരണം എനിക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ ആഘോഷിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വൈകിട്ട് വീട്ടിൽ വന്നപ്പോ വീടെന്തോ അനാഥ ജീവികളെ പോലെ, ഒറ്റ ആൾക്കാരില്ല. ജസ്റ്റിന്റെ നാട്ടിൽ പോയി, ഫ്രണ്ട്സ് എല്ലാവരും പോയി, എന്തോ ഡിപ്രഷൻ അടിച്ച് ചത്തിരിക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അഖില നൈറ്റ് കൂടുതൽ പ്രശ്നം പറ്റിയത് ജസ്റ്റിന്റെ നാട്ടിൽ പോയി നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നമ്മുടെ കൂടെ ഒന്നിച്ച് താമസിക്കുന്ന ആരെങ്കിലും നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു വിഷമായിരിക്കും. നമുക്ക് പോവാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷമം. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും കഴിഞ്ഞു. എന്തായാലും ബർത്ത്ഡേ ആഘോഷിച്ചു. കൊച്ചിന് 21 വയസ്സായി, എനിക്ക് സന്തോഷമായി. ഞാൻ വയസ്സായി നോക്കിയിരിക്കാവുള്ളൂ. അല്ല, വയസ്സായി. പിന്നെന്താ, കേക്ക് മുറിച്ചു, ഫുഡ് ഉണ്ടാക്കി, കൊറേ സ്നാക്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആരും കഴിച്ചു തീർത്തില്ല. കൊറേ സ്വീറ്റ്സ് ഉണ്ടാക്കി, പക്ഷെ ആരും ഇതുവരെ ഞങ്ങള് ഫുഡ് കഴിച്ചില്ല. ഞാൻ മറ്റേ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഗാർലിക് ചിക്കൻ, അത് അവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയതാണ്. അതെല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതെന്താന്ന് വെച്ചാൽ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഒന്നെങ്കിൽ ലൈക്ക് ഇന്ത്യ, അതായത് ഒന്നെങ്കിൽ അവരുടെ ഇപ്പൊ എന്തെങ്കിലും ദം ബിരിയാണി എന്തെങ്കിലുമൊക്കെ അവര് വലിയ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ പ്രാവശ്യം എന്തായാലും അത്ര ഉണ്ടാക്കാൻ സമയമില്ല. ഒന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ സ്വീറ്റ്സ്, പായസം ഒക്കെ ഉണ്ടാക്കി. പായസം ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയെന്ന് നമ്മളങ്ങനെ പായസം ബർത്ത്ഡേക്ക് പായസം ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പൊ ആദ്യമായിട്ടാണ്. ഫസ്റ്റ് ടൈം പായസം, സേമിയോ പായസം ഉണ്ടാക്കി. പിന്നെ കേക്ക് മുറിച്ചു. പിന്നെ കേക്കും ഒരു വെറൈറ്റി കേക്ക്. അതെല്ലാ പ്രാവശ്യം ഞങ്ങള് ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ് എന്തെങ്കിലും പിടിക്കും. ഇപ്രാവശ്യം ഞങ്ങൾ പിടിച്ചത് വൈറൽ ദുബായ് ചോക്ലേറ്റ് പിസ്ത. ദുബായ് ചോക്ലേറ്റിന്റെ പിസ്ത ആ കേക്ക് ആയിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെന്താ, പിന്നെ അവൾക്ക് ഗിഫ്റ്റ് മേടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം എനിക്ക് എന്താന്ന് അറിയില്ലായിരുന്നു വേണ്ടത്.
എന്റെ ബർത്ത്ഡേ ആണെങ്കിൽ അവൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്താ എനിക്ക് ഗിഫ്റ്റ് വേണ്ടതെന്ന്. പക്ഷെ ഇതിനെന്താ വേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞറിയില്ല. എനിക്ക് തോന്നുന്നു അവൾക്ക് കുറച്ച് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയിരുന്നു വാങ്ങേണ്ടത്. പക്ഷെ കുറച്ച് ഞാൻ ലേറ്റ് ആയി പോയിരുന്നുള്ളൂ. അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്തെല്ലാം വാങ്ങാം. അടുത്ത പ്രാവശ്യം ഒരു വെറൈറ്റി ബർത്ത്ഡേ പിടിക്കണോ? അടുത്ത പ്രാവശ്യം വെറൈറ്റി പിടിച്ചതാണ് ഈ പ്രാവശ്യം ഞാൻ. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒഴിവില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സത്യമായിട്ട് ഞാൻ റെസ്റ്റോറൻറ്റ്സ് ബുക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു വെറൈറ്റി ഇതൊക്കെ പിടിച്ചതാ. പക്ഷെ എല്ലാവരും ഞാൻ വിളിച്ച എല്ലാവരും കൂടി ഗ്യാദർ ആയിട്ട് വരണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ വിളിച്ച എല്ലാവരും വന്നില്ലെങ്കിലും ഞങ്ങൾ 3 പേരും പ്ലസ് ജസ്ന, ബാദുഷ അങ്ങനെയുള്ള കുറച്ച് പേരെങ്കിലും വരുന്നതെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് കിട്ടാൻ നല്ല ഡിഫിക്കൽറ്റി ആയിരുന്നു. ഇത് 2-3 പേര് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടും കൂടിയാണ് ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് വന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. പിന്നെ എന്താ ഗിഫ്റ്റ് ഒക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിലൊരു ഗിഫ്റ്റ് മിസ് ചെയ്യുന്നു. പക്ഷെ അതെനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഫസ്റ്റ് തന്നെ ഒരു ഷൂ ആണ്. ഇതെന്റെ അനിയത്തി ഇവളെ കൊണ്ട് മേടിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇവളെ എല്ലാത്തിനും ഓടി നടക്കുമായിരുന്നു. ഇതെന്റെ എനിക്ക് ഇഷ്ടമായി. നല്ല ഷൂ അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഈ ഷൂവിന് ഒരു വലിയ സ്റ്റോറി ഉണ്ട് ഗൈസ്. ഈ ഷൂ അവിടെ വെച്ചിട്ട് അവരത് എടുത്തോണ്ട് പോയിട്ട് മാറ്റിക്കൊണ്ട് പോയിട്ട് എനിക്ക് ഷൂ മേടിച്ചാലും അത് ഇവക്ക് പാകാവും. അതുകൊണ്ട് എനിക്ക് കഷ്ടകാല 4.5 4.5 ആണെങ്കിൽ എനിക്ക് പാകാവില്ല. 5 ആയിരുന്നു. എനിക്ക് രണ്ടും പാകാവും. പക്ഷെ ചില ഷൂ അനുസരിച്ചിരിക്കും. ഇത് അതെനിക്ക് പാകാവും. എന്താന്നറിയില്ല, ഹൈറ്റ് കൂടുതലുണ്ടായിട്ട് കാര്യമില്ല. ഈ ഷൂ എനിക്ക് പാകാവും. പിന്നെ ഷൂനെ മേടിച്ചായിരുന്നു. പിന്നെ അടുത്ത ഗിഫ്റ്റ് അത് അവളുടെ തന്നെയാണ്. ഇങ്ങനെ ജസ്റ്റ് എനിക്ക് ബുഷ് ഞാൻ വാങ്ങാൻ വിചാരിച്ചിരിക്കായിരുന്നു. എന്റെ ബുഷൊക്കെ പോയിരിക്കായിരുന്നു. ഐ മീൻ ഇങ്ങനെ ലൂസായിട്ട് എലാസ്റ്റിക് ഒക്കെ പോയിരിക്കായിരുന്നു. അപ്പൊ കുറച്ച് ക്യൂട്ട് ബുഷസ് ഒക്കെ. അപ്പൊ താങ്ക് യു അലീന. ക്യൂട്ട് ഐറ്റംസ് വാങ്ങാത്തിരിക്കായിരുന്നു. പിന്നെ അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാദുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇതുപോലെ തന്നെയായിരുന്നു. അവൻ ഷോപ്പിങ്ങിന് പോയ ദിവസം എന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ഇതെങ്ങനെയുണ്ട്, ഇത് കൊള്ളാല്ലേ, ടെഡ്ഡി ബിയർ കാണിച്ച് ഇതെങ്ങനെയുണ്ട്, ഇത് കൊള്ളാല്ലേ. ഞാൻ ദൈവം എന്തിനാണ് അവന് എന്നോട് ചോദിക്കണേ? എനിക്ക് മനസ്സിലായി. അതിങ്ങനെ ഏതോ ഒരു കടയിൽ പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ മറ്റേ ഡ്രസ്സ് തപ്പി H&M പോയി കഴിഞ്ഞപ്പോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ആയിട്ട് വിക്ടോറിയ സീക്രട്ടിന്റെ സെറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇങ്ങനെ ഒരെണ്ണം ചെറുതായിട്ട് ലീക്ക് ആയിരുന്നു. അപ്പൊ ഞാനത് മാറ്റി വെച്ചു ഇങ്ങനെ മൊത്തം ആവാതിരിക്കാൻ. ഇതൊക്കെ പൊട്ടിച്ചു നോക്കിയായിരുന്നു കേട്ടോ. എല്ലാം ട്രൈ ചെയ്തായിരുന്നു അന്നത്തെ ദിവസം തന്നെ. 4 വിക്ടോറിയ സീക്രട്ടിന്റെ 4 സ്മെല്ല് വരുന്നതും പിന്നെ നമുക്കൊരു ലോഷനായിട്ട്, അതായത് പെർഫ്യൂമിന്റെ തന്നെ ഒരു ലോഷനായിട്ട് കിട്ടും. അപ്പൊ ഇതിലില്ലാത്തൊരു ഫ്ലേവർ നോക്കി ഞാൻ എടുത്തു. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് കണ്ടപ്പോ തന്നെ ഓക്കെ അന്ന് ഇത് ഞാൻ അവൻ മേടിച്ചത്. അവൻ പറഞ്ഞു ഇത് ഞാൻ മേടിച്ചു തരാന്ന്. ഓക്കെ അന്ന് ഇത് മേടിച്ചെന്നോളാൻ പറഞ്ഞു. കാരണം എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. ഈ പ്രാവശ്യം എനിക്ക് കുറെ പെർഫ്യൂം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇപ്പൊ തുടങ്ങി ഡ്യൂട്ടിക്ക് ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പെർഫ്യൂം മേടിച്ചടിക്കായിരുന്നു. എനിക്ക് ഇഷ്ടം ഇങ്ങനെ. എനിക്ക് പെർഫ്യൂമിനോട് ക്രേസ് വരാൻ കാരണം എന്റെ ഒരു ബർത്ത്ഡേയുടെ അന്ന്, അതായത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഞാൻ പ്ലേസ്മെന്റില് കിഡമിൻസ്റ്ററിൽ പ്ലേസ്മെന്റ് ആയപ്പോ എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം എനിക്ക് അങ്ങനെ പ്ലേസ്മെന്റിന് ആരും ഇതുവരെ വാടിന്ന് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല. ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എന്റെ അസസർ ഒരു വലിയ ബലൂണൊക്കെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് കുറെ ഗിഫ്റ്റും എല്ലാം തന്നു. അപ്പൊ അതിലൊരാളുടെ ഗിഫ്റ്റില് ഈ വിക്ടോറിയ സീക്രട്ടിലെ റെഡ് വെൽവെറ്റ് പെറ്റൽസ് എന്ന് പറഞ്ഞ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് ആ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ ഇത് അടിച്ചോണ്ട് വരുമ്പോ യു സ്മെൽ നൈസ് അങ്ങനെ ഇത് കേട്ട് പിന്നെ എനിക്ക് പെർഫ്യൂമിനോട് ഭയങ്കര ക്രേസ് ആയി. അപ്പൊ ഇങ്ങനെ ലോഷൻ ആയാലും എന്തായാലും നല്ല സ്മെല്ലുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഇങ്ങനെ കുറെ മേടിച്ചു. എനിക്ക് ഇപ്പോഴും പെർഫ്യൂം തന്നെയായിട്ട് മേടിച്ചു തന്നത്. ഞാൻ വൈകാതെ കാണിച്ചു തരാം. പിന്നെ അടുത്ത ജിസ്നയുടെ ഒരു ഗിഫ്റ്റ് ആണ്. ഒരു കപ്പ്. ഇതാണ് പെട്ടി കാണിച്ചു തരാൻ പറയാണ്. അതെന്താന്നറിയോ, ഇവളുടെ കപ്പ് എല്ലാ പ്രാവശ്യം പൊട്ടിക്ക് കളഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കപ്പ്, ഫാബുലസ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കപ്പ്. വെറുതെ റൈറ്റിംഗ്സിൽ മാത്രമേ ഉള്ളൂ. താങ്ക് യു പറയാന്ന് വിചാരിച്ചാ ഞാൻ തിരിച്ചെടുത്തു. അതിനാർക്ക് വേണം. അപ്പൊ അതങ്ങനെ ഈ പെർഫ്യൂംസ് ഒക്കെ ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അടിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അടുത്തത് അനുപ്രിയയുടെ ആണ് ഒരു ഗിഫ്റ്റ്. ഇത് അനുപ്രിയ എനിക്ക് പുതിയ വീട്ടിലേക്ക് പോകുമ്പോ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി തന്ന ഒരു ക്രിയേറ്റീവ് സാധനമാണ്. ഇത് അവളുടെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പക്ഷെ ഇവിടെ ഒന്നും വെക്കാൻ സ്ഥലമില്ല. കാരണം ഒന്നാമത് അതായത് നമ്മള് സ്ഥിരമായിട്ട് സ്റ്റേ ചെയ്യുന്ന വീടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മള് സ്ഥിരമായിട്ട് നിക്കാൻ പോണില്ലല്ലോ. അപ്പൊ ഇവിടെ ഓരോന്ന് ചെയ്ത് അവളുടെ വീട്ടിലാണെങ്കിൽ അവളിങ്ങനെ കുറെ ഡ്രീം ക്യാച്ചർ പിന്നെ അവളുടേതായ കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും വെക്കാൻ പറ്റില്ല. അല്ല റിയൽ അല്ല, പ്ലാസ്റ്റിക് ആണ്, പോത്തൊന്നുമില്ല. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട, പേടിക്കണ്ട.
പിന്നെ അവള് മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 3 സെറ്റ് വരുന്ന ഒരു ബോഡി ലോഷൻ ആണ്. ഇതും എനിക്ക് ഇഷ്ടമാണ്. ബോഡി ലോഷനും പെർഫ്യൂംസും ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവള് തന്നത്, അവളെപ്പോഴും ക്യൂട്ട് ഐറ്റംസില് പിടിക്കണ ആളാട്ടോ. കുറച്ച് 4 പേന, ഒരു പേന എനിക്ക്, പേനയൊക്കെ എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. പിന്നെ ലിപ് ഗ്ലോസ്. അപ്പൊ താങ്ക് യു അനുപ്രിയ. പിന്നെ ജിസ്നയുടെ വേറൊരു ഗിഫ്റ്റ് ആണ്. ഞാൻ ഓൾറെഡി പൊട്ടിച്ചു. ഇതും പെർഫ്യൂമാണ് കേട്ടോ. ഞാൻ നല്ല സ്മെല്ല് എനിക്ക് ഇഷ്ടമായി. ഞാൻ അടിച്ചു നോക്കിയായിരുന്നു. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എനിക്ക് ഇഷ്ടമായത് പെർഫ്യൂം. അങ്ങനെ അത് എനിക്ക് മാത്രം താങ്ക് യു ഇല്ലേ? എനിക്ക് താങ്ക് യു ഇല്ല. ഇവളെ എന്നെ അപമാനിച്ചു, അതുകൊണ്ട് ഇവക്ക് താങ്ക് യു ഇല്ല. പിന്നെ ലാസ്റ്റിലത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിംഗ് ഗൗൺ ആണ്. ഇത് ഭയങ്കര വലുത്, ഇച്ചിരി വലുതാണ്. സാധാരണ നല്ല ലൂസ് ആയിട്ടിരിക്കുന്ന ടൈപ്പ് ഡ്രസ്സിംഗ് ഗൗൺ ആണിത്. ഇതും അവൾക്ക് വേണോന്നുള്ള സാധനമായിരുന്നു. ഇതെനിക്ക് ഇത് അവരെ ഇതുണ്ടായിരുന്നു. ഇതിന്റെ തല എവിടെയൊക്കെ ഉണ്ട്? ഇതാണ് ഇതിന്റെ തല മൊത്തത്തിൽ ഇങ്ങനെ. അപ്പൊ ഇത് എനിക്ക് വേണോന്നുള്ള ഞാനും ഇത് ജിബി മേടിച്ചെന്താ, ജസ്നയുടെ അനിയൻ മേടിച്ചെന്താ. അപ്പൊ ഞാൻ ഇത് വേണമെന്ന് വരച്ച് കുറെ നാളെ വിചാരിച്ചുകൊണ്ടിരിക്കണു. പക്ഷെ കാശൊക്കെ കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ അത് വാങ്ങാൻ പോയിട്ടില്ല. പക്ഷെ അത് അവൻ എങ്ങനെയാണ് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ജസ്റ്റിനെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്തോ അവന് മനസ്സിലായി, അവനെ അറിഞ്ഞ് മേടിച്ചെന്നു. അപ്പൊ ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു. അതാ പറഞ്ഞെ, എല്ലാവർക്കും പറഞ്ഞേ. നേരത്തെ ഇവളെന്നെ അപമാനിച്ചു. അതാണ് ഞങ്ങൾക്ക് താങ്ക് കൊടുക്കാത്തത്. സാരില്ല ഗൈസ്, ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഡെക്കറേഷനും ചെയ്ത് കേക്കും മുറിച്ച് എല്ലാം ചെയ്ത് കൊടുത്തതിന് ലാസ്റ്റ് ബാക്കിയുള്ളവർക്ക് താങ്ക് യു. അതെ, ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തത്. അപ്പൊ ഓക്കെ ഗൈസ്, ഇത്ര ഉള്ളു. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. അതായത് 16 മിനിറ്റ് ഞാൻ അറിഞ്ഞില്ല. പറഞ്ഞപ്പോ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങക്ക് നാളെ 2 പേർക്കും ഡ്യൂട്ടി ഉണ്ട്. കൊറേ നാൾ ഞങ്ങക്ക് വല്ലപ്പോഴൊക്കെ ഒരു ദിവസം അടുപ്പിച്ച് ഡ്യൂട്ടി പറഞ്ഞുകൊണ്ട് അവര് ജന്മത്തെ ഒരുമിച്ച് ഷിഫ്റ്റ് ഇടില്ല. ഞങ്ങൾക്കപ്പൊ ഇവിടെ ഇപ്പൊ ക്ലൈമറ്റ് നല്ല മാറി തുടങ്ങി, നല്ല ചൂടായി തുടങ്ങി. രാവിലെ ഒക്കെ, അതായത് രാവിലെ നേരം വെളുക്കും. അപ്പൊ തന്നെ നമുക്ക് പണിക്ക് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേക്കുമ്പോ ഒരുമാതിരി പാതിരാത്രി വൈബായിരിക്കും. നമുക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോലും തോന്നൂല. പക്ഷെ ഇപ്പന്ന് പറഞ്ഞാൽ നമ്മള് രാവിലെ ഒരു 6:30 ഒക്കെ ആവുമ്പോഴേക്കും നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് നമ്മൾ വിചാരിക്കും നേരം വെളുത്തുമ്പോ നമുക്ക് പഠിക്കാം. അപ്പൊ ഒരു ഇൻട്രസ്റ്റ് ആണ്. പിന്നെ വരുമ്പോഴും അധികം വൈകിട്ടുണ്ടാവില്ല. അപ്പൊ ക്ലൈമറ്റ് മാറി. ഇപ്പൊ നാട്ടിലും ഇവിടെയും തമ്മിൽ 4.5 മണിക്കൂർ വ്യത്യാസമായിരുന്നു ഈ 30-ാം തീയതി. അപ്പൊ ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ അതായത് കുറച്ച് ഗിഫ്റ്റാണ് സാധാരണ ഇത്രയല്ല കിട്ടാറ്. കുറച്ചും കൂടി കിട്ടാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറഞ്ഞു. കാരണം വിളിച്ചവരാരും വന്നില്ല. മീൻസ് വന്നില്ലെന്നല്ല, അവർക്ക് വരാൻ ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അത്രയും ഗിഫ്റ്റ് കുറഞ്ഞു പോയി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത ബർത്ത്ഡേയിൽ നടത്താം. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ.